ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്കും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? എനിക്കെപ്പോഴും ആദ്യം ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ നിങ്ങളോട്. മഴയൊക്കെ ഉണ്ടോ? വെള്ളമുണ്ടോ? പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആണല്ലോ ആദ്യം അറിയേണ്ടത്. എങ്ങനെയുണ്ട് നാട്ടിൽ ചൂട്? പിന്നെ വേറെ എന്താ? അപ്പം ഞാനൊരു ചായയൊക്കെ എടുക്കട്ടെ. ദേ ചോറൊക്കെ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുക. എന്താണെന്നറിയാം, വെളുത്തുള്ളി അച്ചാറ്, പിന്നെന്താ നമ്മുടെ ഇന്നാൾ ഞാൻ അച്ചാറിട്ടില്ലേ, നാരങ്ങയും ആപ്പിളും കൂടെ, അത് അച്ചാറ്. പിന്നെ നമ്മുടെ പയറും ബട്ടർനട്ട് സ്ക്വാഷ് അതും കൂടെ മെഴുക്കുവരട്ടി. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വേറെ കറി ഒന്നും പുതിയതായിട്ട് വെച്ചില്ല, സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, ചോറ് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അത് കഴിഞ്ഞിട്ടൊരു ചായയും കൂടെ എടുത്ത് വെക്കുകയാണ്. പിന്നെ അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി, ഇപ്പം കുറേ ദിവസമായിട്ട് ഞാൻ രാത്രിയിൽ എല്ലാവരുടെയും വീഡിയോ കാണുന്നത്. രാത്രി വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും ഒക്കെ കൊടുത്ത് കമൻറ്റും ഒക്കെ കൊടുത്ത് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാനിപ്പോൾ ഉറങ്ങുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്താണ്? അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർക്കിട്ടൊക്കെ നല്ല അടി കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. വെറുതെ വന്ന് എന്നെ ആശിപ്പിക്കും. ഞാൻ ഇന്നലെയൊക്കെ നോക്കിയപ്പം 204, 205 ഒക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് മുമ്പേ നോക്കിയപ്പോഴത്തേന് 206. അപ്പോൾ ഞാൻ ഇത്ര ആയല്ലോ എന്നോർത്തുകൊണ്ട് സന്തോഷിച്ച്. പെട്ടെന്ന് തന്നെ എൻ്റെ ആ സന്തോഷം അങ്ങ് പോയി. ആരോ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താ പറയുന്നത്? എന്തിനാ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്? എന്നെ വെറുതെ ആശിപ്പിച്ചിട്ട്. ഓക്കെ, എനിക്കൊരു കോള് വരുന്നുണ്ടേ. ജലദോഷം കേട്ടോ. അതിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ സൗണ്ട് വല്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്താണ്? ഞാൻ ഒത്തിരി ദിവസമായല്ലേ ഈ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ലേ? അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. 2 ദിവസം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നറിയാമോ? ഇന്ന് ജ്യൂസിടാം, അല്ല സോറി, ഇവിടെ ജ്യൂസിൽ നിന്ന് കണ്ടുകൊണ്ടാണ് എന്ത് ജ്യൂസൊന്ന്. ഇത് കണ്ടോ? എന്താ അറിയാം? എല്ലാവർക്കും അറിയില്ലേ ഇത് എന്താന്ന്? ഓക്കെ, വീണ്ടും ഒരു കോള് വരുന്നുണ്ട്, ഞാനതൊന്ന് എടുത്തോട്ടെ. എൻ്റെ മോള് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായിരുന്നു പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്? ഇന്ന് 2-3 കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. എനിക്ക് വയ്യ, കയ്യല്ല അപ്പടി വെള്ളം. അപ്പം എന്തൊക്കെയാണെന്നറിയാം, നിങ്ങളെല്ലാവരും ചക്കയുടെ കാര്യം എന്നും കിടന്ന് പറയത്തില്ലേ? അപ്പം ഞാൻ കൊതിച്ച് ഇത് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട്. ഇത് കണ്ടോ, നിങ്ങളെപ്പോഴും ചക്ക വേവിച്ചത്, ചക്ക വരട്ടിയത്, ചക്ക വറുത്തത്, ചക്ക അവിയൽ, ചക്ക എരിശ്ശേരി, ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്ക് വരട്ടി, ഇതെല്ലാം പറഞ്ഞ് എന്നെ കൊതിപ്പിക്കുകയില്ലായിരുന്നോ? അപ്പോൾ എന്താ, ഞാനും ഒരു ചക്ക വാങ്ങിച്ചു. എന്നിട്ട് ഇത് ഞാൻ ഇനിയിപ്പോൾ പൊട്ടിക്കും. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാമേ. എന്നിട്ട് ഞാൻ നിങ്ങളെ നല്ല തേൻ വരിക്ക് ചക്ക കാണിക്കാം. തേനിനകത്താണ് ഇത് കിടക്കുന്നത്, നല്ല ഷുഗർ സിറപ്പിനകത്ത്. ഒന്ന് പൊട്ടിക്കട്ടെ, അങ്ങ് വായിൽ വെള്ളം വരുമോ.
കൊതി കൊണ്ട് വയ്യ. ദേ പൊട്ടിക്കാൻ പോവാണേ, കണ്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. എനിക്ക് വയ്യ, കൊതിയാണെങ്കിൽ വന്നിട്ട് വയ്യ. പൊട്ടിച്ച് എൻ്റെ അമ്മോ. അപ്പോൾ പൊട്ടിച്ചെടുത്ത് ഇനി നമുക്ക് കാണിക്കാമേ. ഇതേ കണ്ടോ, സിറപ്പിനകത്ത് കിടക്കുന്ന കിടക്കും. ഞാൻ അത് കൂടുതൽ ചരിച്ചു കഴിഞ്ഞാൽ ആ സിറപ്പ് മുഴുവൻ ഇവിടെ വീഴും. അപ്പം ഞാൻ എടുത്ത് കാണിക്കാവേ. ദേ കണ്ടാ, കണ്ട കണ്ട വേണോ ആർക്കേലും? വെള്ളമെല്ലാം ഇവിടെ വീഴും. ഞാൻ കൂടുതൽ ഷോ ഓഫ് കാണിച്ച. ഈ സിറപ്പിനകത്ത് കിടക്കുന്നതാണ് ഭയങ്കര മധുരം. നല്ല തേൻ വരിക ചക്കയാണ് ഇതേണ്ട. എല്ലാവരും എന്നെ കാണിച്ച് കൊതിപ്പിക്കുകയല്ലേ. കുറേ ഉണ്ട്. ഇതെത്രയാണെന്ന് ഇതിൻ്റെ വില? ഒരു 200 രൂപയോളം വരും. ഒന്ന് 95, ഒരു പൗണ്ടും പിന്നെ 95 പെൻസുമാണ്, 95p. അപ്പം ഒരു 195 രൂപ ഒക്കെ വരും. വേണ്ടേ കണ്ട, കുറേ ചുളയുണ്ട്. 5-10 ചുളയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആക്രാന്തം കയറി കടിച്ച് എന്നെ പറ്റുന്നതെന്നറിയാവോ? ദേ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കാം. ഉണ്ടോ? എന്തായാലും ആക്രാന്തം കയറി കടിക്കുന്ന എന്തായാലും ധൃതി വെച്ച് വിശന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചാകുമ്പോൾ ഇങ്ങനെ കടിക്കും. എന്നിട്ട് പിന്നെ വല്ല ചൂടും വല്ലതും കഴിക്കാൻ പറ്റുമോ? പിന്നെ ഇനി ഞാൻ ഒരു സ്പെഷ്യൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടോ മൂന്ന് അച്ചാർ ഉണ്ടാക്കും. അപ്പം ഞാൻ കാണിക്കാമേ. അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് എടുത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പറയും, അയ്യോ എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൊണ്ട് അച്ചാറുണ്ടാക്കാമായിരുന്നു എന്ന് ചോദിക്കും. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനായി എന്ന് പറയുന്ന പോലെ ഞാൻ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ എന്താണെന്ന് പറഞ്ഞാലും ഞാൻ അച്ചാറിടും. അപ്പം ഞാൻ അച്ചാറിടുന്ന സാധനമൊക്കെ പിന്നെ കാണിക്കാം അല്ലേ? അത് പിന്നെ പോരെ. അപ്പോൾ ആദ്യം ഞാൻ ചക്ക തിന്നട്ടെ. ഇനിയുണ്ട്, ഇനി 5-6 ചുളയും കൂടെ ഉണ്ട്. എല്ലാം മധുരമാണ്. അയ്യോ, ഇപ്പം 4-5 ദിവസം ഇപ്പോൾ ഇവിടെ നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നേ. ഇന്നിപ്പോൾ ചെറിയതായിട്ട് മഴയും ചാറ്റുന്നുണ്ട്. ചെറിയ തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. തീർന്നെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ചൂട്. 4 ദിവസം നല്ല സുഖമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചക്ക കണ്ടില്ലേ?
ഇവിടുത്തെ അല്ല, തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്ന. നമ്മുടെ നാട്ടിലെ ചക്കയെല്ലാം ഈ തമിഴ്നാട്ടുകാരെടുത്തോണ്ട് പോയി ഇങ്ങനെ ഇവർ ഇങ്ങോട്ടൊക്കെ കയറ്റി അയക്കുക അന്യായ വിലയ്ക്ക്. പിന്നെന്താ, എനിക്കിങ്ങനെ ഈ നോൺ വെജൊക്കെ വെക്കുന്നതിലും എനിക്കിഷ്ടം, വെക്കുന്നതിലും കഴിക്കുന്നതിലും ഒക്കെ എനിക്ക്. പിന്നെ ഞാൻ കഴിക്കും, നോൺ വെജൊക്കെ കഴിക്കുകയെന്നല്ല പറഞ്ഞത്, നോൺ വെജൊക്കെ കഴിക്കും. പക്ഷേ അത് ഈ KFC എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, എനിക്ക് ചിക്കൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ KFC പോയി കഴിക്കും. അതെനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് വെജൊക്കെയാണ് കൂടുതലും വയ്ക്കാനും ഒക്കെ എനിക്കിഷ്ടം. നമ്മുടെ സദ്യ വയ്ക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് അച്ചാറുകൾ ഇടുന്നത്, അച്ചാറുകളൊക്കെ അധികം കൂട്ടാൻ, നാരങ്ങ അച്ചാർ എനിക്കിഷ്ടമാണ്. പിന്നെ മറ്റുള്ളതൊക്കെ കൂട്ടും എന്നല്ലാതെ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഓക്കെ. അപ്പം നമ്മളെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതിനിടയ്ക്ക് പല പല കാര്യങ്ങളായി, അങ്ങനെ ഓടി നടന്നു. അപ്പോൾ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ, അപ്പം ഞാൻ ഇന്ന് കുറേ ദിവസമായില്ലേ, 2-3 ദിവസമായെന്ന് തോന്നുന്നല്ലേ പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ മറന്നെന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പം ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ പറയണമെന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഞാനിന്ന് എവിടെ തുടങ്ങണം, എന്തോ പറയണം. അപ്പോൾ ആദ്യം ഞാനൊരു പ്ലേറ്റ് എടുക്കട്ടെ. ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാനിവിടെ ഉണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ട് തുടങ്ങണമെന്ന് ഓർത്താ, പക്ഷെ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് ഓറഞ്ചാണ്. അധികാർക്കും അറിയാൻ മേലാത്തതല്ലേ. ഇത് ഞാൻ ഓറഞ്ചെല്ലാം പൊളിച്ച് വെച്ചിരിക്കുക. കുറേ ഓറഞ്ച് ഉണ്ട്, ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പം ഞാനത് പൊളിച്ചെല്ലാം ഒരു അടി തിന്ന് നോക്കിയപ്പം ചെറുതായിട്ട് പുളിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ തൊലിയാണ് എനിക്ക് ആവശ്യം വേണ്ടായിരുന്നത്, തൊലിയായിരുന്നു. അപ്പം പിന്നെ ഞാൻ ആ തൊലി എടുത്ത് ഞാൻ കഴുകിയിട്ട് അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണേ. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ഈ ഓറഞ്ച് വെച്ചിട്ട് ആണ് ഒരു സ്പെഷ്യൽ, ഒരു സൂപ്പർ സംഭവം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ സാധനം ഉണ്ടാക്കി, നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഓറഞ്ച്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, സൂപ്പറാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിന് മുന്നേയും ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് എല്ലാവരും ഇവിടെ കുറേ പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല സൂപ്പറാണ്, ഇതെന്തോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് വെക്കുന്നത് എന്നെല്ലാവരും ചോദിച്ചു. ഭയങ്കര ഒരു ഇതായിപ്പോയി എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് വെച്ച് നോക്കണം, തീർച്ചയായിട്ടും വെച്ച് നോക്കണം. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നതുമല്ല. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര മണിയായി? 7 മണിയായിട്ടുണ്ടാവും.
അപ്പം നല്ല എന്തോ വെട്ടമെന്നറിയാമോ, ഇനി ഒരു 9 മണി വരെ നല്ല വെട്ടം. ഇപ്പം ഇതേ ലൈറ്റൊന്നും ആവശ്യമില്ല. ഇവിടെ അകത്ത് കിച്ചണിലൊന്നും ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലേ, നല്ല വെട്ടമുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഇതിങ്ങനെ അല്ലിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് ഇഞ്ചി വേണം. അതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഓറഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉണങ്ങിയ കറിവേപ്പിലയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ ബോറടി മാറ്റാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു പഴയ പാട്ട് പാടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാമേ. പാട്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവനൊന്നും അറിയില്ല, ഇടയ്ക്കൊക്കെ വരികളൊക്കെ മറന്നു പോകും കേട്ടോ, എന്നാലും കുറച്ച് പാടാം. എനിക്ക് പാട്ടെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് പാട്ട് ആസ്വദിക്കും. പക്ഷേ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പാടി നോക്കാം കേട്ടോ. ആരും ഒന്നും കുറ്റം പറയില്ലേ. ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ഉള്ളു അറിയത്തുള്ളൂ വരികളൊക്കെ. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വരദനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചങ്ങന്നൂരു വാരണാസി തൻ ചെണ്ട ഉയർന്നുയർന്നു ഉത്തര സ്വയംവരം. അതുപോയി. കഥകളി കാണുവാൻ ഉത്രാടരാത്രി പോയിരുന്നു, ഞാൻ പോയിരുന്നു. നമ്മി നൽകും ശൃംഗാരപ്പദലഹരി ഇരയുമ്മൻ തമ്പി നൽകും ശൃംഗാരപ്പദലഹരി ഇരു സ്വപ്നവേദികളിലും കളിത്തട്ടിൽ 60 തിരിയിട്ട കഥകളി വിളക്കുകൾ എരിഞ്ഞു നിന്നു ഉത്തര സ്വയംവരം. സോറി കേട്ടോ, പാടാനുള്ള ആഗ്രഹം കൊണ്ടങ്ങ് പാടിപ്പോയതാണ്, ക്ഷമിക്കുക. പിന്നെ ഇടയ്ക്ക് ഈ ഓറഞ്ചൊക്കെ അരിയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് ബോറടിപ്പിക്കാമെന്ന് കരുതി. ഓക്കെ. അപ്പം ഓറഞ്ച് ഒന്ന് രണ്ടായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക. വലിയ ഓറഞ്ചിൻ്റെ അല്ലിയ, അത് ഇച്ചിരി പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാറിട്ടാൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടേ, അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ അടുപ്പ് കത്തിച്ചു. കാണത്തില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ചെനിച്ചട്ടി അടുപ്പ് വെച്ചു. ഇനി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് അതിൻ്റെ കീഴെ കയറി നിന്ന ഒരു സ്പൂൺ എടുത്തോട്ടെ.
ഒരു അബദ്ധം പറ്റി. അബദ്ധമല്ല, ഞാൻ ഈ അടുപ്പാണ് നന്നായിട്ട് ചൂടായത്. അപ്പം ഞാനത് തീ കുറച്ചിട്ട് ഡോറെല്ലാം അടച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തീ കുറച്ചിട്ട് പിന്നെ അത് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ അടുപ്പ് വെച്ചാൽ എനിക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ സൗകര്യമെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെ ഈ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തില്ല. ഇതൊക്കെയാണ് എൻ്റെ മണ്ടത്തരങ്ങൾ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടോ കരിഞ്ഞ കറിവേപ്പില, കണ്ടോ കറിവേപ്പില, കരിഞ്ഞ കറിവേപ്പില ഉണങ്ങിയത്. അതെന്താണെന്നറിയോ, ഇത് പണ്ടിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് നേരെ ഉണങ്ങി വെച്ചിരുന്നത്. ഫ്രഷ് കറിവേപ്പിലെല്ലാം തീർന്നു പോയി. അപ്പോൾ ഇതെന്തുവാ, പെട്ടെന്നൊന്ന് ചൂടായില്ലേ. ഓക്കെ, അപ്പം കടുകിലേ പൊട്ടി. ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ടേ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് അത് രണ്ടും കൂടെ കിടന്നിങ്ങോട്ട് പൊട്ടട്ടെ. തീയൊക്കെ നമുക്ക് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടോ? ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉണങ്ങിയ കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കറിവേപ്പില ഇട്ടു. കാണാമല്ലോ അല്ലേ? കറിവേപ്പിലേക്കൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. എന്തൊരു സ്മെല്ലെന്നറിയാവോ, ഈ ഒരു പ്രത്യേക ഒരു സ്മെല്ലല്ലേ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നും കൊണ്ട് വഴന്ന് വരുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഒരു കൈക്കണക്കാണ്, ഒരു അളവ് ഇല്ല. അളവൊക്കെ നമ്മൾ പിന്നെ നല്ല എക്സ്പേർട്ട് അല്ലേ, അവൻ പിന്നെ വലിയ അളന്ന് കുറിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അല്ലേ. അപ്പം പിന്നെ എന്നിട്ട് നമുക്ക് അതൊന്നും ഞാനൊരു ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടെ. അതിന് അത് കഴിഞ്ഞു. ഇനി നമുക്കത് ഈ ശർക്കര ഒരു ചെറിയ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാവേ.
വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊക്കെ ഈ ഓറഞ്ചിനകത്തും വെള്ളമുണ്ടല്ലോ, പിന്നെ നമ്മൾ വിനെഗർ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ഒത്തിരി നാൾ വെച്ചേക്കേണ്ടതാണെങ്കിൽ തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അത് ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ എൻ്റെ ഉപ്പുനോട്ടം തുടങ്ങട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഉപ്പ് ചേർക്കാം. അപ്പോൾ പിന്നെ ഇപ്പം ഞാനിവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും കിടന്ന് ഉറങ്ങിക്കാണും അല്ലേ. ഞാൻ സാധാരണ ഈ സമയത്തൊക്കെ വീഡിയോ ഇടുമ്പോഴേക്കും 2-3 പേരൊക്കെ കാണും. ആ ജോമ, പിന്നെ ചിലപ്പം അജിത, ഇങ്ങനെ 2-3 പേരൊക്കെ അപ്പോഴേ വീഡിയോ കാണും. അപ്പം അവർ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഓരോ ഷോർട്സും ഒക്കെ കാണാം. പിച്ചിലോട്ടെ പിന്നെ ഇനി നമുക്കുണ്ടല്ലോ കായ ഇടണം. ഇതിലും ഭേദം കൊണ്ട് തുറന്നിടുന്നതായിരുന്നു. അത് തുറക്കാൻ പറ്റുന്നില്ല. ഇത് കുഴഞ്ഞിട്ട് വരുമ്പോഴത്തേന് അപ്പോൾ ഇനി നമ്മുടെ ഓറഞ്ച് ഇടാം. കണ്ട ഇടുവാണേ. ഇനി അതാ മുളകിൻ്റെ അകത്ത് മുളകും എണ്ണയെല്ലാം നന്നായിട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. നന്നായിട്ട് അങ്ങോട്ട് വരട്ടി കൊടുക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓറഞ്ച് അവിടെ കിട്ടില്ല എന്നൊക്കെ പറയരുത്. ഇന്നാൾ ജോമ പറഞ്ഞ പോലെ ബട്ടർനട്ട് ഇവിടെ നാട്ടിൽ കിട്ടില്ല. ഞാൻ വിചാരിച്ചിപ്പം ഇതൊക്കെ എല്ലാം ഇവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങളെല്ലാം നാട്ടിലും കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പം കിട്ടുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം ഞാനൊക്കെ പോന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം പിന്നെ അപ്പം ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഒരച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ട്, നേരത്തെ ഇട്ടിട്ടുണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ഓറഞ്ചാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ തൊലിയിട്ട് ഒന്ന് അച്ചാറിട്ട് കാണിക്കണമെന്ന് ജീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീനയെ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ അച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ, നമ്മുടെ നാരങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
നല്ല സൂപ്പറാണ്. ഉണ്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ? നോക്കിക്കേ, നാരങ്ങാച്ചാർ പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.